നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 246-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്ന ശ്രീമതി സുശീല ഗോപാലിനെ കുറിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് അവരെ കാണുന്നതും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. 48 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്കിടയിൽ അവരെ ഓർക്കുന്നത് ഒരു വെള്ള സാരിയും നീല ബ്ലൗസുമിട്ട് കണ്ണട തിരുകി എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണാനിടയായ സാഹചര്യം എൻ്റെ ബർത്തിൽ ഞാനും വേറെ എന്തോ പുസ്തകം എടുത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ളൊരു യാത്ര. TTR വന്ന് ടിക്കറ്റെല്ലാം പരിശോധിച്ച ശേഷം പുസ്തക വായന കണ്ടിട്ട് ചോദിച്ചു, എന്താ എഴുത്തുകാരനാണോ അതോ വായന മാത്രമേ ഉള്ളൂ? ചെറുതായിട്ടൊക്കെ എഴുതും എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയൊരു പാർട്ടി 1-2 സീറ്റ് കഴിഞ്ഞ് ചെന്നാൽ കാണാൻ കഴിയും. ഇപ്പോൾ പോകണ്ട, ട്രെയിൻ വിട്ട ശേഷം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണത്? അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ടിക്കറ്റെല്ലാം ചെക്ക് ചെയ്ത് അദ്ദേഹം കടന്നുപോയി. ട്രെയിൻ അതിൻ്റെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരാവും ആ വ്യക്തി എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ച് അങ്ങനെ എഴുന്നിട്ട് അസ്വസ്ഥമാണ് മനസ്സ്. ചെറിയ ഹാൻഡ് ബാഗിൽ പുസ്തകം മടക്കി വെച്ച് ഞാൻ അവിടുന്ന് മുന്നോട്ട് നടന്നു. 2-3 സീറ്റുകൾക്കപ്പുറമായി ശ്രീമതി സുശീല ഗോപാലൻ അവിടെ ഇരുന്ന് പുസ്തകത്തിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീറ്റുകളിൽ നിന്നും ആൾക്കാർ കയറി തുടങ്ങിയിട്ടില്ല. ഇത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നപ്പോൾ അവരെന്നെ ഒന്ന് നോക്കി വീണ്ടും വായനയിൽ മുഴുകി. കുറേ സമയം വീണ്ടും അവിടെ നിന്നപ്പോൾ അവർ ചോദിച്ചു, എന്താ കുഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പോൾ നമസ്കാരം, മാഡത്തിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. മാഡം എന്നൊന്നും വിളിക്കണ്ട, അമ്മയെന്നോ ചേച്ചിയെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ചിരിയിരിച്ചു. എന്താ പേര്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശരവൺ മഹേശ്വർ എന്നാണ്. വല്ലാത്ത കട്ടിപ്പേരാണല്ലോ, തമിഴിനാണോ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ല, ശരിക്കുള്ള പേര് രവികുമാർ എന്നാണ്. കുറച്ച് കഥയും കവിതയും ഒക്കെ എഴുതും, സാഹിത്യവാസനയുണ്ട്. ഓ അങ്ങനെയാണോ? എങ്കിലിരിക്കൂ. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനിവിടെ നിൽക്കാം. അല്ല, ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ എതിർവശത്തായിട്ടുള്ള സീറ്റിൽ ഞാനിരുന്നു. കണ്ണാടിച്ചില്ലുകൾക്കപ്പുറം ഭൂതലത്തിൻ്റെ പച്ചപ്പ് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു 5-6 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ ഒന്നും മിണ്ടിയില്ല. എന്താണ് പറയേണ്ടത്, എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. അവർ ഒരു 10-15 മിനിറ്റിന് ശേഷം കണ്ണാടി
കണ്ണാടിയും പുസ്തകവും ബാഗിൽ തിരിയിട്ട് ബാഗിൽ നിന്നും ഒരു കുപ്പി എടുത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീണ്ടും ബാഗിനുള്ളിൽ തിരികെയിട്ട് എന്നോട് ചോദിച്ചു, എന്തുവരെ പഠിച്ചു? എന്തെങ്കിലും ജോലിയുണ്ടോ? അതോ ജോലിക്ക് ശ്രമിക്കുകയാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ബിംബം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാവായ ശ്രീ AKGയുടെ ധർമ്മപത്നിയാണ്. ഞാൻ ജനിച്ച മണ്ണിൽ തമ്പാനൂരിലെ ഓവർബ്രിഡ്ജിൽ അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. റെയിൽവേയുടെ സ്ഥലത്തൊരു പ്ലാറ്റ്ഫോമൊക്കെ കെട്ടി അവിടെയാണ് മിക്ക ദിവസവും, അവിടെയും പുത്തരിക്കണ്ടം മൈതാനവുമാണ് നേതാക്കന്മാരുടെ എല്ലാം പ്രസംഗങ്ങൾ നടക്കുന്നത്. അങ്ങനെ ശ്രീ EMSൻ്റെയും ശ്രീ AKGയുടെയും അങ്ങനെ നിരവധി പേരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ കരുണാകരൻ്റെയും അങ്ങനെ വിവിധ നേതാക്കളുടെ പ്രസംഗങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു ട്രെയിൻ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ കാണുമ്പോൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തുടക്കക്കാരിൽ ഒരാളാണ് ഈ വ്യക്തിത്വം. ശ്രീ AKGയുമായിട്ടുള്ള ജീവിതം ശ്രീമതി സുശീല ഗോപാലൻ എഴുതിയ പുസ്തകങ്ങൾ എല്ലാം മനസ്സിൽ ഒരു കൊള്ളിയാൻ മാതിരി കടന്നുപോയി. എന്താ കുഞ്ഞെ ഒന്നും മിണ്ടാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ശ്രീ AKGയുടെ പ്രസംഗം ഞാൻ ഓർത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ണുകൾ ജ്വലിച്ചു. ആഹാ, കേട്ടിട്ടുണ്ടോ? ഞാനുണ്ട്, നിരവധി തവണ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം, പാർട്ടികളെക്കുറിച്ചും പാർട്ടിയുടെ തത്വചിന്തയെക്കുറിച്ചും ഒന്നും എനിക്കറിയില്ല. പക്ഷേ സാധുജനങ്ങളുടെ ഉന്നമനം അതൊരു വലിയ കാര്യം തന്നെയാണ്. AKGയുടെ പാർലമെൻറ്റിലെ പ്രസംഗവും ശ്രീ EMSൻ്റെ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കാനും അവരെ കാണാനും ഒക്കെ കഴിഞ്ഞത് ജീവിതത്തിൽ മറക്കാവതല്ല. അപ്പോൾ വെളി രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിങ്ങനെ അന്ന് ആ കാലത്ത് റഷ്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ UAEയിലും പോയിട്ടുണ്ട്. ആ 2 രാജ്യങ്ങളിലേ അന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ റഷ്യയിൽ പോയ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അവർ എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്നതും ഞാൻ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി ശ്രീ C അച്യുതമേനോനെ കണ്ടതും ഓർമ്മയിൽ തെളിഞ്ഞു വന്ന ആ അനുഭവങ്ങളുമൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. ലോകത്തിൻ്റെ കാര്യവും കേരളത്തിൻ്റെ കാര്യവും ഇന്ത്യയുടെ കാര്യവും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശാലമായി, വളരെ വാചാലമായി ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ അപ്പോഴായിട്ട് ഓടിച്ചെന്ന് ഞാൻ എൻ്റെ സീറ്റിൽ നോക്കും, നമ്മുടെ ബാഗും സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നു, മറ്റാരുമില്ല. എന്താണ് തിടുക്കത്തിൽ പോവുകയും വരികയും ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങോട്ട് കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങൾ അവിടെ എൻ്റെ സീറ്റിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് ഉണ്ടാവില്ല എന്നുള്ളൊരു ശങ്ക മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. അതിവിടെ കൊണ്ട് വയ്ക്കാമല്ലോ. നമ്മുടെ അതെല്ലാം സീറ്റ് അവിടെയാണല്ലോ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വീണ്ടും
ഇതെടുത്ത് വീണ്ടും അവിടെ കൊണ്ടുവയ്ക്കണ്ടേ? ഒരു കർച്ചീഫ് എൻ്റെ സീറ്റിൽ വെച്ച് ഒരു പുസ്തകവും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഹാൻഡ് ബാഗ് ആയി വീണ്ടും വന്നിരുന്നു. അന്ന് കമ്മ്യൂണിസം എന്താണെന്നും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ വളരെ ലളിതമായി അവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞപ്പോൾ ഞാൻ മറക്കാൻ കഴിയാത്തൊരു കുസൃതി ചോദ്യം അവരോട് ചോദിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുമോ? ഹേയ്, ദേഷ്യമൊക്കെ എൻ്റെ മനസ്സിൽ നിന്നും എന്നേ മാഞ്ഞു പോയിരിക്കുന്നു. ചോദിക്കൂ. മനസ്സിൽ ശങ്കയൊന്നും വേണ്ട, ചോദിക്കൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യ മനസ്സിൽ AKG എന്ന വലിയ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ കാഴ്ചപ്പാടിൽ എന്തു തോന്നുന്നു? കണ്ണട വീണ്ടും തിരികെ ബാഗിൽ നിന്നും പേനയോ വേറെ എന്തോ എടുത്തിട്ട് ഒരു കുഞ്ഞു ഡയറി, ആ ഡയറിയിൽ ശ്രീ AKGയുടെ ഒരു ചെറിയൊരു ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത് എന്നെ കാണിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഫിഗറാണിത്, അതെങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും? സമരവും സമരമുഖങ്ങളും പാർട്ടി പ്രവർത്തനവും ജീവിതവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ ക്ലേശകരമായ ഒന്നാണ്. ഇന്നും എൻ്റെ മനസ്സിൽ അദ്ദേഹമുണ്ടെന്നും അദ്ദേഹത്തോടുള്ള ബഹുമാനമുണ്ടെന്നും ശരവണ്ണന് തോന്നുന്നില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? ഞാനൊന്നും മിണ്ടിയില്ല. ട്രെയിൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാം അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ സീറ്റിൽ വന്ന് കുറേ നേരം ഇരുന്നു. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണവും കുറച്ച് സ്വീറ്റ്സുമൊക്കെയായി കൊണ്ടു കൊടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇല്ലമ്മേ, കഴിക്കുക, ഇനിയിപ്പോൾ എപ്പോഴാണ് ഊണ് കിട്ടുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഊണ് കഴിക്കുക എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കൊടുത്ത ഫുഡിൽ നിന്നും ലേശം മധുരം കഴിച്ചിട്ട് പറഞ്ഞു, ആ മധുരം നല്ലതാണ്, പക്ഷെ ഞാൻ അധികം ഇപ്പോൾ കഴിക്കാറില്ല, എന്നാലും കുഞ്ഞ് തന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിവെച്ചു. വീണ്ടും ഞാൻ എൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. ആരോട് സംസാരിച്ചാലും എന്ത് സംസാരിച്ചാലും ആ ഡേറ്റും സമയവും എൻ്റെ ചോദ്യവും അവരുടെ മറുപടിയും എല്ലാം ഞാൻ കുറിച്ചിടാറുണ്ട്. 10-40 വർഷത്തെ അനുഭവങ്ങളാണ്. ചില ഡയറികൾ കിട്ടും, ചില ഡയറികൾ കിട്ടില്ല. ചിലതിൽ കുറിച്ചിട്ടതെല്ലാം എവിടെ എടുത്തു വെച്ചു, ആ ബുക്കുകൾ എവിടെ എടുത്തു വെച്ചു എന്നുള്ള തിട്ടമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് കണ്ട ഒരു മഹത് വനിത, MLA ആയും MP ആയും പാർട്ടി പ്രവർത്തകയും ഒക്കെയായി പ്രവർത്തിച്ച അവരോടൊപ്പം 2 രാവുകൾ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സംസാരിക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും, അന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഈ ഓട്ടോഗ്രാഫ് എഴുതി തരുമ്പോൾ കുഞ്ഞെ, അതിന് മാത്രം യോഗ്യതയും വലിപ്പവും എനിക്കുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചൊന്നേയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ആനയുടെ വലിപ്പം ആനയ്ക്കറിയില്ലല്ലോ അമ്മേ. ആ വലിയ കാതുകളില്ലെങ്കിൽ അത് കരുതും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതി ഇടഞ്ഞാൽ എന്താവും സ്ഥിതി
എന്നതുപോലെ കാലത്തിൻ്റെ നീരൊഴുക്കിൽ ചിലപ്പോൾ പിടയുന്ന ചെറിയ മീൻകുഞ്ഞുങ്ങൾ, അവയുടെ ആ പ്രകാശം, അത് നമ്മെ ഓർമ്മിപ്പിക്കാൻ തക്ക ഒന്നാണ്. അതുപോലെയാണ് എൻ്റെ ഈ ബുക്കിൽ സൂക്ഷിക്കുക എന്നത്. അങ്ങനെ ആ 2 ദിവസങ്ങൾക്കിടയിൽ, സമയാസമയങ്ങൾക്ക് ഇടയിൽ ചായയും വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ലഭിച്ച വലിയ സന്തോഷം. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ 29/12/1929 മുഹമ്മയിലാണ് ജനനം. 2001 ഡിസംബർ 19 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറായിരുന്നു. ഫൗണ്ടിങ് മെമ്പർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവായിരുന്നു. ശ്രീ AK ഗോപാലൻ്റെ ധർമ്മപത്നി. ജീവിതത്തെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചുമെല്ലാം, കാഴ്ചപ്പാടുകളെക്കുറിച്ചിട്ടെല്ലാം അവരുടെ കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഇത്രയും ലാളിത്യം, ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത്രയും ലാളിത്യം എങ്ങനെ അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അവർ ഇറങ്ങുമ്പോൾ ഞാനും ബാഗുമൊക്കെയായി പുറത്തേക്കിറങ്ങി. അപ്പോൾ അവരെ സ്വീകരിക്കാനും അവരെ കൊണ്ടുപോകാനും ഒക്കെയായി 3-4 പേർ വന്നിരിക്കുന്നു. വരുന്നോ? ഞാൻ എവിടെയെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ വേണ്ടമ്മേ, എന്നെ കൂട്ടാൻ എൻ്റെ സുഹൃത്തുക്കൾ വരും. അപ്പോൾ അവർ എന്നോട് തൊഴുതു, എന്നെ തൊഴുതു, ഞാനും തിരികെ തൊഴുതു. കുഞ്ഞെ, നിന്നെ ഞാൻ മറക്കില്ല. ജീവിതത്തിൽ ഇനി നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടും എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിനക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെ എൻ്റെ സഹായം നിനക്ക് വേണം എന്ന് തോന്നുമ്പോൾ നീ ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറഞ്ഞൊരു നമ്പർ ഒരു കടലാസ് കഷ്ണത്തിൽ കുറിച്ച് വെച്ചിരുന്നു. അതെനിക്ക് തന്നു. ഞാൻ സന്തോഷം അത് സ്വീകരിച്ചു. അവർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറമേക്കിറങ്ങി നടന്നു പോകുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് വരുന്ന എൻ്റെ കൂട്ടുകാരനെ വെയിറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവർ പുറത്തിറങ്ങി നടക്കുമ്പോഴും 3-4 തവണ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ സ്നേഹത്തിൻ്റെ നനുത്ത സ്പർശം എന്നെ തലോടിയതുപോലെ തോന്നുന്നു. കാലം കാത്തുവച്ച തിരികൊളുത്തിയ ഒരു ദീപം. എത്രയോ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയെങ്കിലും അന്നത്തെ ആ കൂടിക്കാഴ്ച, അന്നത്തെ സ്നേഹമസൃണമായ പെരുമാറ്റം മറക്കാവതല്ല. അത്രമാത്രം വിനയവും അത്രമാത്രം സ്നേഹവും. കാണുമ്പോൾ ഒന്ന്, കാണാതിരിക്കുമ്പോൾ മറ്റൊന്ന്, കണ്ടില്ലെങ്കിൽ വേറൊന്ന് എന്ന ചിന്തയൊന്നുമില്ലാതെ
സ്നേഹത്തിൻ്റെ താമ്പൂലത്തിൽ എല്ലാം നിറച്ചതുപോലെ എന്നാണ് എനിക്ക് തോന്നിയത്. ആ വലിയ വ്യക്തിത്വത്തിന് മുന്നിൽ ഈ ഓർമ്മകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.